ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതെൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ക്രോഷേ വീഡിയോ ആണ്. സോ ഇന്ന് നമ്മൾ ക്യൂട്ടായിട്ടുള്ള ചെറിയ ചാം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. സോ ഐ ക്യാൻ ഇമ്പ്രൂവ് മൈ സെൽഫ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഹേ ഓൾ, സോ ഫസ്റ്റ് മാജിക് റിംഗ് ആണ് ഉണ്ടാക്കുന്നത്. മാജിക് റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുഞ്ചം പിടിക്കുക, എന്നിട്ട് ഒരു ക്രോസ് ഉണ്ടാക്കാം. ഈ ക്രോസിൽ ഏറ്റവും അടിയിൽ കൂടെ പോയിട്ട് ഈ മുകളിലുള്ളതാണ് പുള്ള് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇതുമ്മൻ തന്നെ അല്ലെങ്കിൽ ഇത് ഊരിയ ശേഷം ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ഉണ്ടാവും. ഇതൊന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുള്ള് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, നമുക്കൊരു സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ സർക്കിളാണ് മാജിക് സർക്കിൾ എന്ന് പറയുന്നത്, ദിസ് വൺ. ആൻഡ് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇനി പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെറീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ സർക്കിളാണ്. ഫസ്റ്റ് റൗണ്ടിൽ വരുന്നത് 6 സിംഗിൾ ക്രോഷേ ആണ്. അതിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഇതാണ് മാജിക് റിങ്. അതിൻ്റെ ഉള്ളിലോട്ട് പോവുക, എന്നിട്ട് യാൺ ഓവർ ചെയ്യുക. അപ്പോൾ 2 ലൂപ്പ് ഉണ്ടാവും. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇതാണ് ഒരു സിംഗിൾ ക്രോഷറ്റ്. ഇങ്ങനെ 6 റൗണ്ട് നമ്മൾ ചെയ്യണം. സോ ഇതാ നമ്മൾ 6 ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 2 3 4 5 and 6. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അതെന്ന് പറയുമ്പോൾ നമ്മളുണ്ടാക്കിയ ഫസ്റ്റ് ചെയിൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിലേക്ക് പോവുക, എന്നിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് സാധാരണ എന്താ ചെയ്തിരുന്നത്, സിംഗിൾ ക്രോഷേക്ക് നമ്മൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് വലിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിന് ഈ ഒരു ലൂപ്പിനെ നമ്മൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ചെറിയതില്ലേ മാജിക് റിങ്ങിൻ്റെ വാല്, അത് നമ്മൾ വലിക്കുക. റൗണ്ട് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റൗണ്ട് 2 എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. അതായത് ഇതാണ് ഒരു 1 സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തല്ലോ സിംഗിൾ ക്രോഷേ, ഇതന്നെ ഈ സ്റ്റിച്ചിനുള്ളിൽ 2 എണ്ണം ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവുക, യാൺ ഓവർ ചെയ്യുക. ഇപ്പോൾ 2 ലൂപ്പ് വന്നില്ലേ, അത് 1, ദെൻ ഒന്നും കൂടി പോവുക. അതേ സെയിം ചെയിനിക്ക് പോയിട്ട് ഒന്നും കൂടെ ചെയ്യാം. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലും നമ്മൾ ചെയ്യുക. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് 12 സ്റ്റിച്ചസ് വരും. ഇപ്പോൾ ഇതാ 12 സ്റ്റിച്ച് ആക്കിയിട്ടുണ്ട്. തേർഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ, അതായത് ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്, ഇതാണ് സെക്കൻഡ് സ്റ്റിച്ച്, ഇത് ഫസ്റ്റ് സ്റ്റിച്ച്, ഇത് സെക്കൻഡ് സ്റ്റിച്ച്. ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ സാധാ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. രണ്ടാമത്തേൽ ഒരു ഇൻക്രീസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇതാണ്. ഇതിലേക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്യണം, 1. ആൻഡ് നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 തവണ ഒരു ഇൻക്രീസ് ചെയ്യുക, 2 തവണ സിംഗിൾ ക്രോഷേ ചെയ്യുക, 1. ആൻഡ് സെയിം സ്റ്റിച്ചിൽ 2. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുക. ഒരു ടോട്ടലായിട്ട് നമുക്ക് ഒരു 18 സ്റ്റിച്ചസ് ഉണ്ടാവും. റൗണ്ട് 3 കംപ്ലീറ്റ് ആയി. ഇനി റൗണ്ട് 4 നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 സിംഗിൾ ക്രോഷേ, 1 ഇൻക്രീസ്, ആൻഡ് അത് 3 തവണ ചെയ്യാനാണ് പോകുന്നത്. 1 2 3 4 5. ഇനി ഒരു ഇൻക്രീസ്, അതായത് സെയിം സ്റ്റിച്ചിൽ 2 തവണ, 1 2. ഇത് ഒരു 2 തവണ കൂടി ചെയ്യാം. ടോട്ടൽ റൗണ്ട് 4 3 തവണ ആണ് ചെയ്യുന്നത്. റൗണ്ട് 4 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി റൗണ്ട് 5 6 7 സെയിം ആണ്. 21 സിംഗിൾ ക്രോഷേ ആണ് ഇപ്പോൾ ഇത് ടോട്ടലുള്ളത്. ഇത് 3 തവണ നമ്മളിങ്ങനെ ഓരോ സ്റ്റിച്ചിലും ചെയ്യാൻ പോവാണ്. റൗണ്ട് 5 6 7 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റൗണ്ട് 8 ആദ്യം നമ്മൾ അടുത്ത സ്റ്റിച്ച്, ഇതാണ് നമ്മൾ വർക്ക് ചെയ്ത സ്റ്റിച്ച്, ഇതാണ് നെക്സ്റ്റ് സ്റ്റിച്ച്. ഈ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, ആൻഡ് അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ. ഇനിയാണ് ട്വിസ്റ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഡിക്രീസ്. 3 സിംഗിൾ ക്രോഷേ കഴിഞ്ഞതിന് ശേഷം ഒരു ഡിക്രീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഡിക്രീസ് എന്ന് വെച്ചാൽ നമ്മൾ 2 സ്റ്റിച്ചില്ലേ, ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ പോവുക, യാൺ ഓവർ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ പോവുക, യാൺ ഓവർ ചെയ്യുക. 3 ലൂപ്പില്ലേ, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും കൂടി വലിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇത് ഇനിയും ചെയ്യാൻ പോവാണ്. ഇങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ ഉള്ളത്. ഇത് തിരിച്ചിടണം, ഇത് ചീത്ത സൈഡാണ്. ആൻഡ് ഇങ്ങനെ ക്രോസ് ക്ലിയർ ആയിട്ട് കാണുന്ന സൈഡാണ് നമ്മളുടെ റിയൽ സൈഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 സിംഗിൾ ക്രോഷേ,
എന്നിട്ട് ഒരു ഡിക്രീസ് 1 and 2 3 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇത് നമ്മൾ ഈ റൗണ്ട് മൊത്തം ചെയ്യാം. സോ ദിസ് ഈസ് ഹൗ അവർ പ്രൊജക്റ്റ് നൗ ലുക്ക് ലൈക്ക്. ഇനി നമ്മൾ ഫില്ലിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എനിക്കിങ്ങനെ ഭയങ്കര സ്പെഷ്യലായി നിൽക്കുന്നതാണ് ഇഷ്ടം. സോ ഞാൻ പറ്റുന്ന രീതിയിലൂടെ കുത്തി തരും. സോ ദിസ് ഈസ് അവർ പ്രൊജക്റ്റ് നൗ. ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി മൊത്തം നമ്മൾ ഡിക്രീസ് ചെയ്യും. ഹോൾ റൗണ്ട് ഡിക്രീസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് ഡിക്രീസ്. ഫസ്റ്റ് സ്റ്റിച്ചിൽ പോവുക, സെക്കൻഡിൽ പോവുക, ഫോക്കസ് പറയാം. ഓക്കെ ഇനി ഡിക്രീസ്. ഒരു ഡിക്രീസ് കഴിഞ്ഞു. ഇനി ഇതുപോലെ 6 തവണ ചെയ്യണം. ചെയ്തിട്ട് കാണിക്കാം. ഈ സെൻറ്ററിൽ ഒരു വലിയ ഹോൾ നമുക്ക് കാണാം. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരയ്ക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയാണ് ഫിനിഷ് ചെയ്യേണ്ടത്. ഓക്കെ ഐ ഷോ യു ദ കംപ്ലീറ്റ് കറക്റ്റ്. അങ്ങനെയാണ് ലുക്ക്. ഇനി നമുക്ക് ലീഫാണ് ഉണ്ടാക്കാനുള്ളത്. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ പറയുമ്പോൾ ആദ്യം നമ്മളൊന്ന് യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോവുക, പുള്ള് ചെയ്യുക. ഇപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. അതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷേ പറയുമ്പോൾ പിന്നെ ഒന്ന് യാൺ ഓവർ ചെയ്യുക, സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ പോവുക, വലിക്കുക. എന്നിട്ട് 3 ലൂപ്പല്ലേ ഉള്ളത്. നേരത്തെ നമ്മൾ 3ൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. ഇതിൽ 2 ഉള്ളിൽ കൂടെ വലിക്കുക, എന്നിട്ട് അടുത്ത 2 ഉള്ളിൽ കൂടെ വലിക്കുക. ഇതാണ് ഡബിൾ ക്രോഷേ. ഇനി അടുത്തതിൽ 2 ഡബിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ. ഓക്കെ ദെൻ അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷേ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ആയിട്ടുള്ളത് ഒരു ഡബിൾ ക്രോഷേയും കൂടെ. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒറ്റ ഡബിൾ ക്രോഷേ. ഒരു ഡബിൾ ക്രോഷേ. ദെൻ അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ യാൺ ഓവർ ചെയ്യുക, ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോവുക, വലിക്കുക, 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. എന്നിട്ടൊരു സിംഗിൾ ക്രോഷേയും കൂടി ചെയ്യാം. അതാണ് നമ്മളുടെ ലീഫിൻ്റെ 1 സൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സൈഡ് എന്ന് പറയുമ്പം ആദ്യം നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷേ അടുത്ത ചെയിനിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ലൂപ്പ് കുറച്ച് ചെറുതായി പോയി. ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക അടുത്ത സ്റ്റിച്ചിൽ. ഡബിൾ ക്രോഷേ. ദെൻ അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സെയിം സ്റ്റിച്ചിൽ 2 തവണ ഡബിൾ ക്രോഷേ ചെയ്യാം. ടു ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്തതിലും 2 ഡബിൾ ക്രോഷേ ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ. കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ ഡബിൾ ക്രോഷേ. ഇനി അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി ഒരു സിംഗിൾ ക്രോഷേ, 2 സിംഗിൾ ക്രോഷേയും കൂടി ചെയ്യാം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 10 ചെയിൻ ചെയ്യാൻ പോവാണ്. 1 8 9 10. ഇനി ഈ ലീഫിൽ ചെയ്ത സെയിം നമ്മൾ ഇങ്ങോട്ടൊരു ലീഫും കൂടി ഉണ്ടാക്കാനാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. സൗദാ അതേപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തണ്ടുണ്ടാക്കുന്നത് കാണിക്കാൻ മറന്നുപോയിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ആൻഡ് ദിസ് ഈസ് അവർ പ്രൊഡക്റ്റ്. താങ്ക് യു ഗൈസ്. ഇതൊക്കെ ഞാൻ ക്രോഷേ ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. താങ്ക് യു ഗൈസ്.